തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു റിക്ടർ സ്കെയിലിൽ 7.7 എന്ന തീവ്രത രേഖപ്പെടുത്തിയ കനത്ത ഭൂകമ്പം മ്യാൻമറിലെ ജനജീവിതത്തിനു കുറുകെ മരണത്തിന്റെയും മാരകമായ ദുരന്തത്തിന്റെയും കഠിനമായ അനുഭവങ്ങൾ സമ്മാനിച്ചത്. എന്നാൽ ദുരന്തത്തിന്റെ ഭീകരത അവിടംകൊണ്ട് തീർന്നില്ല. തൊട്ടുപിന്നാലെ റിക്ടർ സ്കെയിലിൽ 6.4 എന്ന കഠിനമായ തീവ്രത രേഖപ്പെടുത്തിയ മറ്റൊരു ഭൂകമ്പം കൂടെ വന്നതോടെ അതിജീവന പ്രതീക്ഷകൾ അസ്തമിച്ചുപോയ മ്യാൻമാറിന്റെ മണ്ണിൽ എന്നന്നേക്കുമായി ആണ്ടുപോയവരുടെ എണ്ണം 1000 കടക്കുകയും 2000-ലധികം പേർക്ക് മാരകമായി പരിക്കേൽക്കുകയും ചെയ്തു. സമ്പൂർണമായി ശിഥിലമാക്കപ്പെട്ട മ്യാൻമാറിലെ ഗതാഗത സംവിധാനങ്ങൾ മുഴുവൻ തടസ്സപ്പെടുകയും സ്കൂളുകളടക്കമുള്ള സ്ഥാപനങ്ങളെല്ലാം അടച്ചുപൂട്ടേണ്ടി വരികയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ പ്രകൃതി ദുരിതങ്ങളുടെ ക്രൂരമായ വിളയാട്ടങ്ങൾ ഇവിടെയും തീർന്നില്ലെന്ന കാര്യം വ്യക്തമാക്കിക്കൊണ്ട് രാത്രിയിൽ ഒരിക്കൽ കൂടി റിക്ടർ സ്കെയിലിൽ 4.2 എന്ന തീവ്രത രേഖപ്പെടുത്തിയ മറ്റൊരു ഭൂകമ്പം കൂടെ മ്യാൻമാറിലുണ്ടായി. മ്യാൻമാറിനൊപ്പം തായ്ലൻഡിലും ഭൂചലനത്തിന്റെ തീവ്രത ശക്തമാവുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും നിരവധി മരണങ്ങൾ അവിടെ സംഭവിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഭൂകമ്പബാധിത പ്രദേശങ്ങളോട് അടുത്തുകിടക്കുന്ന ഇന്ത്യയിലും ബംഗ്ലാദേശ്, ചൈന എന്നീ രാജ്യങ്ങളിലും ഇതിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടു. വെള്ളിയാഴ്ച മധ്യ മ്യാൻമാറിലെ സാംഗേങ് നഗരത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലായിരുന്നു രാജ്യത്തിന്റെ സിംഹഭാഗത്തെയും തരിപ്പണമാക്കിയ ഭൂകമ്പമുണ്ടായത്. ഈ രണ്ട് രാജ്യങ്ങളുടെയും ഉദ്ധാരണത്തിനായി ഇന്ത്യയടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ ഉദാരമായി സഹായഹസ്തങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഭൂകമ്പം നാശം വിതച്ച മ്യാൻമാറിലേക്ക് ടെന്റുകൾ, സ്ലീപ്പിംഗ് ബാഗുകൾ, പുതപ്പുകൾ, റെഡി ടു ഈറ്റ് ഭക്ഷണം, വാട്ടർ പ്യൂരിഫയറുകൾ, ശുചിത്വ കിറ്റുകൾ, സോളാർ ലാമ്പുകൾ, ജനറേറ്റർ സെറ്റുകൾ, ആവശ്യ മരുന്നുകൾ എന്നിവ ഉൾപ്പെടെ 15 ടൺ വിലമതിക്കുന്ന ദുരിതാശ്വാസ വസ്തുക്കളാണ് ഇന്ത്യ അയച്ചിരിക്കുന്നത്. തായ്ലൻഡിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് ബാങ്കോക്കിൽ നിർമ്മാണത്തിലിരുന്ന ഒരു അംബരചുംബിയായ കെട്ടിടം തകർന്നു വീഴുകയും അതേ തുടർന്ന് നിരവധി തൊഴിലാളികൾ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് എന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇവിടെ ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സാംഗേങ് നഗരത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തായിരുന്നു തീവ്രത കൂടിയ ഭൂചലനം രേഖപ്പെടുത്തിയത്. തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യമായ പഴയ ബർമയെന്ന് അറിയപ്പെടുന്ന മ്യാൻമാറിൽ 65 ദശലക്ഷം ജനങ്ങളാണ് തിങ്ങിപ്പാർക്കുന്നത്. അവരുടെയെല്ലാം പ്രതീക്ഷകളുടെ മേൽ കനത്ത ഭീതിയുടെ ഇരുൾ പരന്ന ദിവസമായിരുന്നു വെള്ളിയാഴ്ച. ഏറ്റവും തീവ്രത കൂടിയ ഭൂമികുലുക്കം അത്രയ്ക്ക് കനത്ത ആഘാതങ്ങളാണ് അവർക്ക് ഏൽപ്പിച്ചത്. പിന്നീടുണ്ടായ ഭൂകമ്പങ്ങളെല്ലാം തീവ്രത കുറഞ്ഞതായിരുന്നുവെങ്കിലും അത് തുടർച്ചയായി വന്നലച്ചതോടെ സാംഗേങ് നഗരത്തിന്റെ പല ഭാഗത്തുമുണ്ടായിരുന്ന ഉയരം കൂടിയ കെട്ടിടങ്ങളെല്ലാം നിലംപൊത്തുകയായിരുന്നു. പണമുള്ളവനെയും പണമില്ലാത്തവനെയും ഒന്നിപ്പിക്കുന്ന തരത്തിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ലോകത്തിന് കാട്ടിത്തരുന്നത് സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും വലിയ പാഠങ്ങളാണ്. മ്യാൻമാറിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമായ മാൻഡലയിലെ ജനങ്ങളെല്ലാം തന്നെ പ്രാണഭയത്താൽ പരിഭ്രമിച്ച് വീടുകളിലേക്ക് പോകാതെ തെരുവിൽ ടെന്റുകൾ കെട്ടിയായിരുന്നു കഴിച്ചുകൂട്ടിയത്. ഇനിയും ഭൂകമ്പമുണ്ടാകുമോ ഇല്ലയോ എന്ന് തീർത്തു പറയുവാൻ കഴിയാത്ത അനിശ്ചിതത്വത്തിന്റെ നടുവിൽ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ വീടിനൊപ്പം ജീവനും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനുള്ള തത്രപ്പാടിലായിരുന്നു അവരെല്ലാം. ഓങ് സാങ് സൂചിയുടെ ഭരണകൂടത്തെ അട്ടിമറിയിലൂടെ പിടിച്ചെടുത്ത പട്ടാളമാണ് 2021 മുതൽ മ്യാൻമാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടെ മാധ്യമ സ്വാതന്ത്ര്യങ്ങൾ പൂർണ്ണമായി ഇല്ലാതായിരിക്കുന്നു. ഭൂകമ്പം ഉണ്ടായതിനെ തുടർന്ന് പട്ടാളം നടത്തിയ പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തപ്പെടുന്നത് കനത്ത ആശങ്ക തന്നെയാണ്.